വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനഭാഗത്തിനായി ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകദേശ ജീവചരിത്രത്തിൻ്റെ പേരാണ് സുവിശേഷം. യേശുവിൻ്റെ പൂർണ്ണമായൊരു ജീവചരിത്രമല്ല ഈ 4 സുവിശേഷങ്ങളിലുമുള്ളത്. യോഹന്നാൻ തന്നെ പറയുന്നു, യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അവ വിശദീകരിച്ച് ഗ്രന്ഥങ്ങളാക്കിയാൽ ആ ഗ്രന്ഥങ്ങൾ ഭൂമുഖത്ത് തന്നെ സംഭരിക്കാൻ കഴിയാതെ വരും. വിവരിക്കാനാവാത്ത അത്രയും ബൃഹത്തായ പ്രവൃത്തി ചെയ്ത അപൂർവ വ്യക്തിത്വത്തിൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. ആ മഹത് വ്യക്തിത്വവുമായിട്ടാണ് നമുക്കന്ന് രാത്രി കൂട്ടായ്മ. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ഈ ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ നിങ്ങൾ പ്രമുഖരാണോ, പ്രസിദ്ധരാണോ, നിങ്ങളെന്തോ പ്രത്യേക സിദ്ധിയുള്ളവരാണോ, ഇതൊന്നും ആവശ്യമില്ല. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. എന്തിന്? ഒരിക്കലും ഒരു ഭൂതം പ്രാർത്ഥിച്ചു, അതും ദൈവം കേട്ടു. ബൈബിളിലുണ്ട്. എന്താ പറഞ്ഞേ? യേശുവേ മഹോന്നതനായ ദൈവപുത്ര, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ആകട്ടെ, അത് കേട്ടു. ഇതുപോലെ പറഞ്ഞു, ഞങ്ങളെ ആ പന്നിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് അയച്ചാൽ ഞങ്ങൾ അങ്ങ് പൊക്കോളാം. ഓ, ആകട്ടെ. അനന്തരം അവയുടെ പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥന കേൾക്കാൻ ഒരുവനേ ഉള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമതൊരാളില്ല പ്രാർത്ഥന കേൾക്കാൻ, ഒറ്റ ഒരാൾ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടൊക്കെ പിണങ്ങിയിരുന്നാൽ നമ്മൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമില്ല. കാരണം കേൾക്കാൻ ഒരാളേ ഉള്ളൂ. നമ്മൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ശത്രുവിനെ അപ്പാടെ നശിപ്പിക്കുന്ന ആളല്ല ദൈവം. കാരണം അവനും പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ ഒരാളേ ഉള്ളൂ, ഒറ്റയാൾ. അതുകൊണ്ട് ചില പ്രാർത്ഥന കേൾക്കാത്തത് ആർക്കും പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കണം. അതുകൊണ്ട് നീതിയുള്ള ന്യായാധിപതി നീതി നടപ്പിലാക്കി അർഹതപ്പെട്ടവന് കൃപയും കരുണയും കൊടുത്ത് അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഈ 4 സുവിശേഷങ്ങളിൽ 4ാമത്തെ സുവിശേഷമാണ് യോഹന്നാൻ. ബാക്കി നിങ്ങൾക്കറിയാം. മത്തായി, മാർക്കോസ്, ലൂക്കോസ്. ഈ 4 സുവിശേഷങ്ങളും വിശദീകരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ്. അതിൻ്റെ ത്രെഡ് അഥവാ ഉള്ളടക്കം ഒന്നാണ്. പക്ഷെ ഇവരുടെ സമീപനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. സാംഭാഷ പ്രസംഗിച്ചാലും സജു ജാത്തനൊരു പ്രസംഗിച്ചാലും അൻകുടുത്തോറും പ്രസംഗിച്ചാലും കാര്യം ഒന്നാണ്. പക്ഷെ സമീപനത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെയാണ് 4 സുവിശേഷത്തിന്. ഒന്നാം സുവിശേഷമായ മത്തായി ശ്രദ്ധിച്ചത്, ആ സുവിശേഷത്തിന് ഒരു യഹൂദ സ്വഭാവമുണ്ട്. അതിൻ്റെ ആദ്യ വായനക്കാർ യഹൂദന്മാരാണ്. അവർ റോമൻ സർവാധിപത്യത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വിമോചകൻ വരും എന്ന് കാത്തിരുന്നു. ആ വിമോചകന്റെ പേരാണ് മശിഹ. നിങ്ങൾ കാത്തിരുന്ന ആ മശിഹയില്ലേ, അതാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കുകയാണ് ഒന്നാം സുവിശേഷം. മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ചിടത്തോളം
ഈ രാഷ്ട്രീയ വിമോചകൻ ഒരു രാജാവ് കൂടെയാണ്. മരണമില്ലാത്ത രാജാവ്, ഭരണത്തിന് അന്തമില്ലാത്ത രാജാവ്. ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ അത്ഭുത ആലോചനക്കാരൻ, വീരനാ ദൈവം, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കും. കാത്തിരിക്കുന്നവരോട് പറഞ്ഞു. അതാണ് യേശുക്രിസ്തു. തെളിവ് കൊടുക്കാൻ വേണ്ടി യേശുവിൻ്റെ വംശാവലി പട്ടികയിലൂടെ കടന്ന് യേശു എന്ന വ്യക്തിത്വത്തെ അബ്രഹാം എന്ന കുലപതി, ആ കുലത്തിലെ കാരണവരുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അണമുറിയാത്ത ആ കണ്ണിയിൽ കർത്താവായ യേശുക്രിസ്തു ഉൾപ്പെട്ടിരിക്കുന്നു എന്ന പ്രബന്ധമാണ് മത്തായി രചിക്കുന്നത്. രണ്ടാമത്തെ ആള് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഒരു 100-150 പേരൊക്കെ വന്നാൽ അവർക്ക് ഇരിക്കാൻ ഭാഗത്തിന് സൗകര്യമുള്ളൊരു വീട്, നല്ല ആതിഥേയ മര്യാദയുള്ള വീട്, വലിയ മാളിക മുറിയുമൊക്കെ സ്വന്തമായുള്ള ഒരു ധനാഢ്യൻ്റെ മകൻ, അതായിരുന്നു മാർക്കോസ്. ആളുകൾ കൂടിയിരുന്ന മാർക്കോസിൻ്റെ മാളിക മുറിയെ കുറിച്ച് കേൾക്കുമല്ലോ. ആള് സമ്പന്നനാണ്. നാട്ടിലെ ഒരു വലിയ പ്രമാണിയുടെ മകൻ. മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് ചെന്നാലും അത്യാവശ്യം 19 പേർക്ക് ആഹാരം കൊടുക്കത്തക്ക വിധത്തിൽ സജ്ജീകരണമുള്ള വീടാണ്. പക്ഷെ മാർക്കോസ് ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ദൗത്യം ഒരു ദാസന്റെയാണ്, എളിമത്വം. നിങ്ങൾ മത്തായിലേക്ക് നോക്കുക. രാജാവാണ് മത്തായിയുടെ ക്രിസ്തു. ഉപമകളെല്ലാം രാജകീയ ഉപമകളാണ്. രാജാവിന്റെ വിവാഹവും രാജാവിന്റെ വിരുന്നുമൊക്കെയാ നമ്മൾ കുട്ടി പാടിയപ്പോ കേട്ടതുകൊണ്ടേ. അപ്പൊ രാജാവിന്റെ വിവാഹവും മഹിമയും പ്രകീർത്തിക്കുക മത്തായി. മാർക്കോസിന്റെ ഉപമകൾ പഠിക്കുക. യജമാനനും ദാസനുമാണ് അതിൽ ഉള്ളടക്കം. ഒരു സമ്പന്നൻ, വേണ്ടതൊക്കെ ഉള്ള ആളെ യേശുവിനെ കണ്ടെത്തിയ നാൾ മുതൽ യജമാനൻ എന്ന അഹങ്കാബോധമൊക്കെ വിട്ട് എനിക്ക് നിന്റെ ദാസനാകാൻ എങ്ങനെ സാധിക്കും, എങ്ങനെ ആ പാദം പൂജിക്കാൻ കഴിയും? അങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ക്രിസ്തുവിലും ഒരു ദാസനെ കണ്ടെത്തി വിശുദ്ധ മാർക്കോസ്. മൂന്നാമത്തെ ആള് യഹൂദനല്ല. യഹൂദനല്ലാത്ത ഒരേ ഒരു ബൈബിൾ എഴുത്തുകാരൻ്റെ പേര് ലൂക്കോസ്. യഹൂദനല്ലെന്ന് മാത്രമല്ല, അയാള് ഒരു ഗ്രീക്ക് പശ്ചാത്തലമുള്ളയാളാണ്. അദ്ദേഹം ഗ്രീസിലെ മാസിഡോണിയ എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്ന് വന്നയാളാണ്. അദ്ദേഹം ഒരു ഫിസിഷ്യൻ അഥവാ വൈദ്യനാണ്. വൈദ്യൻ, വൈദ്യശാസ്ത്രത്തിൻ്റെ നാടാണ് ഗ്രീസ്. ഇന്നും തൊട്ടടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ, കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഒക്കെ വിദ്യാർത്ഥികൾ അവരെ പാസിംഗ് ഔട്ട് നടക്കുമ്പോൾ ഡോക്ടർമാരായി തീരുമ്പോൾ എടുക്കുന്ന ഒരു പ്ലഡ്ജുണ്ട്, ഒരു പ്രതിജ്ഞ, ഹിപ്പോക്രാറ്റസ് സത്യപ്രതിജ്ഞ. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം ഗ്രീക്കുകാരനാണ്. പ്രമുഖനായൊരു ഡോക്ടർ ഗ്രീസിൽ ഉണ്ടായിരുന്നു, പേര് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ എന്ന ചിന്തകനെ നമുക്കറിയാം. അയാൾ ഡോക്ടർ കൂടിയായിരുന്നു. ക്രിസ്തുവിന് ഒരു 100 കൊല്ലം കഴിഞ്ഞൊരു ഡോക്ടറുണ്ടായി ഗ്രീസിൽ, പേര് ഗാലൻ എന്നായിരുന്നു. വളരെ പ്രമുഖനാണ്. ഇവരുടെയൊക്കെ നാടാണ്. ഇന്നും കുട്ടികൾ പഠിക്കുന്ന വൈദ്യശാസ്ത്ര സംബന്ധിയായ പല പദങ്ങളും ബൈബിളിലുള്ളതാണ്. നിങ്ങൾ പറയും ഒരു ഗൈനക്കോളജിനെ കാണാൻ പോയി. ഗൈനക്കോളജി, ആ പദം വന്നത് ഗുനൈ എന്ന പദത്തിൽ നിന്നാണ്. സ്ത്രീ എന്നതിൻ്റെ അർത്ഥം. യേശു തൻ്റെ അമ്മയായ മറിയെ വിളിച്ചു, സ്ത്രീയെ, ഇരികിൽ കിടക്കുന്ന ഗുനൈ, എനിക്കും നിനക്കും തമ്മിലെത്തി. യേശു പറഞ്ഞു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവി. ഈ കുട്ടി കുഞ്ഞെന്നൊക്കെ ഉള്ളതിന് പദം എന്താണെന്നറിയണ്ടേ? പൈഡിയ. ഈ പൈഡിയെ കാണിക്കാൻ നിങ്ങൾ പോകുന്ന ഡോക്ടറുടെ പേര് പീഡിയാട്രീഷ്യൻ. വെളിപ്പാറസിൽ പറയുക, ഞാൻ നിന്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. ഗ്രീക്കിൽ കിടക്കുക, എനിക്ക് നിന്റെ കാർഡിയായും നെഫ്രോണും അറിയാം.
മനസ്സിലായില്ലേ? ആ, ഇതൊക്കെ പഠിച്ച സ്ഥലമാണ് ഗ്രീസ്. ഇതൊക്കെ ബൈബിളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഒക്കെ ഞാൻ ഏതോ വിധം പറയാം. സന്തോഷമല്ലേ? ഇനി